മെഴ്സിഡസ് ബെൻസിൻ്റെ എൻട്രി ലെവൽ മോഡലാണ് GLA എന്ന് പറയുന്നത്. A മുതൽ S വരെയാണ് നമുക്കറിയാം ആ ഒരു സെഡാൻ സെഗ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്, A ക്ലാസ് മുതൽ S ക്ലാസ് വരെ. അതുപോലെയാണ് കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഏറ്റവും എൻട്രി ലെവൽ മോഡലാണ് GLA മുതൽ നമുക്ക് GLS വരെയുള്ള മോഡൽസ് അവൈലബിൾ ആണ്. GL എന്നാണ് ആ ഒരു SUV അല്ലെങ്കിൽ കോമ്പാക്റ്റ് XUV സെഗ്മെൻറ്റ്സ് ആരംഭിക്കുന്നത്. അതിനോട് ചേർന്ന് A ക്ലാസ് അല്ലെങ്കിൽ B ക്ലാസ്സിനോട് സമാനമായിട്ടുള്ള SUVകളാണ് GLA, GLB തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത്. സോ ഇത് 2024 ഏറ്റവും പുതിയ GLA 220D ഫോർമാറ്റിക് ആണ്. ഫോർമാറ്റിക് എന്ന് പറയുന്നത് അവരുടെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസിനെ സൂചിപ്പിക്കുന്ന ഒരു ലെറ്ററിംഗ് ആണ്. GL എന്ന് പറയുന്നത് ആ ഒരു കോമ്പാക്റ്റ് SUV റേഞ്ചസിനെ സൂചിപ്പിക്കുന്നു. സോ ഇതിൽ നമുക്ക് രണ്ട് വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്, പ്രോഗ്രസീവ് ആൻഡ് AMG ലൈൻ. ആക്ച്വലി ഈ ഒരു വാഹനത്തിന് ഒരു പ്യുവർ AMG വേർഷൻ ഉണ്ട്. AMG എന്ന് പറയുന്നത് മെഴ്സിഡസ് ബെൻസിൻ്റെ പെർഫോമൻസ് ഡിവിഷനാണ്. അതായത് BMW-ന് M സീരീസ് ഉള്ളതുപോലെയാണ് മെഴ്സിഡസ് ബെൻസിന് AMG ലൈൻ. മലയാളത്തിൻ്റെ ഐക്കോണിക് നടനായിട്ടുള്ള നമ്മുടെ സ്വന്തം മമ്മൂക്ക കഴിഞ്ഞിടയ്ക്ക് ഒരു പ്യുവർ AMG പെർഫോമൻസ് വേരിയൻ്റ് ആയിട്ടുള്ള ഒരു വാഹനം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിരുന്നു. അതും ഈ ഒരു GLA ബേസ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ഡിവിഷനാണ്. അതിൽ മമ്മൂക്ക ചൂസ് ചെയ്ത കളറും അതൊരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളൊരു കളർ ഓപ്ഷനായിരുന്നു. GLAയിൽ നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷനുകൾ ലഭ്യമാണ്, പെട്രോൾ ആൻഡ് ഡീസൽ. പെട്രോൾ വരുന്നത് 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇത് ഡീസലാണ്. 220D എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ മോഡൽ നെയിം. 2 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. കൂടാതെ നമുക്കിതിനകത്ത് പ്രോഗ്രസീവ് ലൈൻ ആൻഡ് AMG ലൈൻ എന്നുള്ള രണ്ട് ട്രിമ്മിലാണ് ഈ ഒരു വാഹനം ലഭിക്കുന്നത്. പ്രോഗ്രസീവ് ലൈൻ എന്ന് പറയുന്നത് നോർമൽ ലഭിക്കുന്ന GLA ആണ്. അതായത് അതിൽ ചെറിയ പുതിയ അഡീഷൻസ് 2024 കൊണ്ടുവന്നിരിക്കുന്ന മൈനർ ഫേസ് ലിഫ്റ്റ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. AMG ലൈൻ എന്ന് പറയുന്നത് AMGയോട് സാമ്യപ്പെടുത്തിയിട്ടുള്ള ട്രിംസും ഡിസൈനുമാണ് AMG ലൈനിൽ നമുക്ക് ലഭിക്കുന്നത്. സോ AMG ലൈനിലേക്ക് വരുമ്പോൾ നമുക്ക് പുതിയ ഒരു AMG ലൈനിൻ്റെ ആയിട്ടുള്ള ഒരു ഗ്രിൽ പാറ്റേൺ ആണ് ലഭിക്കുന്നത്. പ്രോഗ്രസീവിലേക്ക് വരുമ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്, എന്നാൽ ഈ ലേഔട്ടും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇതിൽ ചെറിയ മൈനർ ചേഞ്ചസ് ആണ് ആ ഒരു പ്രോഗ്രസീവ് ലൈനിൽ വരുന്നത്. ഈ ഒരു സ്റ്റാർ ലോഗോ, ഇതിന് കിട്ടുന്ന ആ ഒരു അറ്റൻഷനും അതൊരു വാല്യൂവും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ഒരു വാഹനത്തിൽ നമ്മളൊരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിലേക്കൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു അറ്റൻഷൻ, അത് ഈ ഒരു ലോഗോയ്ക്ക് കിട്ടുന്ന ഒരു അറ്റൻഷൻ തന്നെയാണ്. നമുക്കിവിടെ ഒരു 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. ഫോഗ് ലാംപ്സ് ലഭിക്കുന്നില്ല. അതിപ്പം മെഴ്സിഡസ് ബെൻസിൻ്റെ SUV റേഞ്ചസിലെല്ലാം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഫോഗ് ലാമ്പ് ഒഴിവാക്കിയിട്ട് ഹെഡ് ലാമ്പിലാണ് അവർ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹെഡ് ലാമ്പിൽ ഒരു 4 റോയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. കൂടാതെ ഇത് ഹൈ പെർഫോമൻസ് വരുന്ന ഒരു ഹെഡ് ലാമ്പ് കൂടിയാണ്. ഇതിലും ഈ ഒരു AMG ലൈനിലേക്ക് വരുമ്പോൾ ചെറിയ അറ്റൻഷൻ ടു ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു എയർ ഇൻടേക്കും കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഡ്രൈവ് ചെയ്ത സമയത്ത് പറയാം. വലിയ ബൾക്കി ആയിട്ടുള്ള വീല് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ അഴക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് കാരണം 19 ഇഞ്ച് വീലാണ്. ഈ 19 ഇഞ്ച് വീല് AMG ലൈനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രോഗ്രസീവ് ലൈനിൽ നമുക്ക് 18 ഇഞ്ച് വീലാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അലോയ് വീൽ പാറ്റേണിനും ആ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രോം എലമെൻറ്റ് ഈ ഡോറിൻ്റെ ഈ ഒരു വിൻഡോയ്ക്ക് ചുറ്റും പോകുന്നുണ്ട്. കൂടാതെ ചെറിയൊരു റൂഫ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഡോറിലാണെങ്കിലും നമുക്ക് ഈ ഒരു ക്രോം എലമെൻ്റാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ യൂണിറ്റ് ഈ ഒരു മിററിൻ്റെ ഭാഗത്തുണ്ട്. വളരെ എഫക്റ്റീവായിട്ടും ഫങ്ഷണലായിട്ടും കൊടുത്തിരിക്കുന്ന ഒരു 360 ഡിഗ്രി ക്യാമറയാണ്. കൂടാതെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ്ങിൻ്റെ ആ ഒരു സിസ്റ്റവും ഈ ഒരു സൈഡ് വ്യൂ മിററിൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടെയിൽ ഗേറ്റാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഫുൾ സൈസ് സ്പെയർ വീൽ നമുക്ക് ലഭിക്കുന്നില്ല. സോ ഒരു നോർമൽ ടയർ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പങ്ക്ചർ കിറ്റും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് 2 എക്സോസ്റ്റിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഫേക്കാണ്. അതൊരു ഡിസൈൻ എലമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ എക്സോസ്റ്റ് ആണ്. പക്ഷേ ഈ ഒരു ബമ്പറിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഡ്യുവൽ എക്സോസ്റ്റിൻ്റെ ആ ഒരു ഭാഗം കുറച്ചുകൂടി വാഹനത്തിന് ഒരു ക്യാരക്ടർ നൽകുന്നുണ്ട്. കൂടാതെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സും റിഫ്ലക്ടറും കാണാൻ കഴിയും. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഈ ഒരു ഭാഗത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ റിവേഴ്സിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരികയോ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്യാമറ പോപ്പപ്പ് ആയി വരും. ആൻഡ് ടെയിൽ ലാമ്പ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ എലമെൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ മെഴ്സിഡസ് ബെൻസിൻ്റെ മറ്റ് വലിയ SUVകൾ കാണുന്ന രീതിയിലായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് ഡോറിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. സോ പിൻഭാഗത്ത് 3 പേർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാനുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലെതർ എന്ന് പറയുന്നത് നല്ല ടോപ്പ് ക്വാളിറ്റി ലെതറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അണ്ടറത്തെ സപ്പോർട്ട് കുറച്ച് കുറവാണ്. ഈ ഒരു ഭാഗം കുറച്ച് ഉയർത്തിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും.
പക്ഷെ നമുക്ക് ആംബ്രസ്റ്റ് ലഭിക്കുന്നില്ല. കൂടാതെ നമുക്ക് ഈ സീറ്റ് 40-40-20 എന്ന റേഷ്യോയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് ഒരു ആംബ്രസ്റ്റ് ഉപയോഗിക്കാം. പക്ഷേ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സിനകത്ത് കൊടുത്തിട്ടില്ല, അതുകൂടി കൊടുക്കാമായിരുന്നു. കൂടാതെ നമുക്ക് ബൈക്കിൽ 2 AC വെൻസ് ലഭിക്കുന്നുണ്ട്. ചാർജിങ് പോർട്ടും ചെറിയ സ്റ്റോറേജ് സ്പേസുകളും ലഭിക്കുന്നുണ്ട്. ഒരു സൺ ബ്ലൈൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. നമുക്കിവിടെ റീഡിംഗ് ലാമ്പുണ്ട്. അതിൻ്റെ ആ ഒരു എഫക്റ്റും ഒരു മുമ്പ് പറഞ്ഞ പോലെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഡീറ്റെയിൽ ഓഫ് അറ്റൻഷനാണ് ഈ ഒരു ലാമ്പിലും കൊടുത്തിരിക്കുന്നത്. കൂടാതെ ബൈക്കിൽ നമുക്ക് സൺറൂഫ് ലഭിക്കുന്നുണ്ട്. ഒരു 2 രീതിയിൽ കൊടുത്തിരിക്കുന്ന സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു സൺറൂഫാണ്. ബൈക്കിലെ ഗ്ലാസ് ഓപ്പൺ ചെയ്യില്ല, പക്ഷേ നമുക്ക് ആ ഒരു സൺറൂഫിൻ്റെ ആ ഒരു യൂസേജ് നമുക്ക് ഈ ഒരു ബൈക്ക് സീറ്റിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊരു എൻട്രി ലെവൽ വാഹനമായിട്ട് പോലും ഡോറുകളിലും ആ ഒരു പ്രീമിയം ഫീൽ കൊണ്ടുവരാനായിട്ട് മെഴ്സിഡസ് ബെൻസ് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഡോറുകളിൽ കൊടുത്തിരിക്കുന്ന ഈ മെറ്റീരിയൽ ഒരു നല്ല ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ഡസ്റ്റ് പിടിക്കാത്ത രീതിയിലായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെളിയാകുകയോ പെട്ടെന്ന് പൊടി പിടിക്കുകയോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. കൂടാതെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കൊടുത്തിട്ടുണ്ട്. 3 മെമ്മറി ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ ഹാൻഡിൽ ഇതൊരു സ്റ്റീൽ അലുമിനിയം ഫിനിഷാണ് ഈ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഡോർ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ഡോറാണ്. ഡോർ അടയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു സേഫ്റ്റിയുടെയും ആ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ ഫീല് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അറിയാനായിട്ട് സാധിക്കും. മിററിൻ്റെ ഈ ഒരു ബട്ടൺസ്, അതായത് മിറർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും കൊടുത്തിരിക്കുന്ന ബട്ടൺസിൽ പോലും ആ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഇവിടെ ഇരുന്ന് നമുക്ക് ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. ഇവിടെ ഒരു ചെറിയ വാർണിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീൽ ഞാനത് കാണിച്ചു തരാം. ഡോർ അടയ്ക്കുമ്പോൾ ആ ഒരു തട്ട് ഫീൽ നമുക്ക് നോക്കാം. നോർമലി ചുമ്മാ അടച്ചാൽ പോലും ഈ ഒരു ഡോർ അടയില്ല, നല്ല ഒരു പവർ കൊടുത്തിട്ട് അടയ്ക്കണം. സോ അത്രമാത്രം ബിൽഡ് ക്വാളിറ്റിയോട് കൂടിയാണ് ഈ ഒരു വാഹനം മെഴ്സിഡസ് ബെൻസ് മാനുഫാക്ചർ ചെയ്യുന്നത്. GLA 220D AMG ലൈനിലേക്ക് വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് കാര്യം ഇതൊരു AMG ലൈൻ ആയതുകൊണ്ട് AMG വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ടച്ച് കൺട്രോൾസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടച്ച് ഫീലും ഈ ഒരു ടച്ച് ബട്ടൻ്റെ ക്വാളിറ്റിയും ഒക്കെ ഒരു നെക്സ്റ്റ് ലെവൽ തന്നെയാണ്. കൂടാതെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. പ്രോഗ്രസീവ് ലൈനാണ് ഇതിൻ്റെ നോർമൽ വേരിയൻ്റ് എന്ന് പറയുന്നത്. നോർമൽ വേരിയൻറ്റിൽ നമുക്ക് ഡിഫറൻറ്റ് സ്റ്റിയറിംഗ് വീലാണ് ലഭിക്കുന്നത്. നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഇവിടെയാണ് വരുന്നത്. 2024 വന്നപ്പോൾ ഈ ഒരു സൈഡ് കോളറായിട്ട് മാറിയിട്ടുണ്ട്. അത് അത്യാവശ്യം യൂസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അതായത് ഈ ഒരു 1 ഹാൻഡായിട്ട് നമുക്ക് വാഹനം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ 10 ഇഞ്ച് വലിപ്പമുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ MBUX എന്ന് പറഞ്ഞ മെഴ്സിഡസ് ബെൻസിൻ്റെ S ക്ലാസ് വരെയുള്ള വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ടച്ച് ആൻഡ് ഫീൽ, അതിൻ്റെ ആ ഒരു യൂസബിലിറ്റി എന്ന് പറയുന്നത് അത് നെക്സ്റ്റ് ലെവലാണ്. ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാം. അത്രമാത്രം റിഫൈൻഡ് ആയിട്ടുള്ള, അത്രമാത്രം ക്വാളിറ്റി ഉള്ള, അത്രമാത്രം ടച്ച് ഫീൽ ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു MBUX കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് വയേർഡും വയർലെസ്സുമായിട്ട് നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഫോണിലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഇതിൽ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് പാർക്കിംഗ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ആ ഒരു ക്വാളിറ്റിയും ആ വ്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ തന്നെയാണ്. അതിൽ നമുക്ക് ഡിഫറൻറ്റ് ആംഗിൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സൈഡ് വ്യൂവും അതുപോലെ 2 സൈഡിലെ വ്യൂ, ഫ്രണ്ടിലെ വ്യൂ, ബാക്കിലെ വ്യൂ, നമുക്കതനുസരിച്ച് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വ്യൂ നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ അടുത്ത് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് നമുക്കതിനെ ഗൈഡ് ചെയ്യാനായിട്ടും ഈ ഒരു വാഹനത്തിൽ അതിനുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ADAS ലെവൽ 1 ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്യും. സോ അതും നല്ലൊരു ഫീച്ചറാണ്. കൂടാതെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. 2 ഡ്യുവൽ പെയിൻ സൺറൂഫാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗം മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. AC വെൻസ് വളരെ നല്ലൊരു ഡിസൈൻ പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത്. ടർബൈൻ എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ 5 വെൻസ് ആണ് ഈ ഒരു AC വെൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോർമലി ഉള്ള വാഹനങ്ങളൊക്കെ 4 വെൻസ് ലഭിക്കുകയുള്ളൂ. എന്നാൽ മെഴ്സിഡസ് ബെൻസ് ഒരു 5 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിലും ആ ഒരു ടച്ച് ആൻഡ് ഫീല് നെക്സ്റ്റ് ലെവൽ തന്നെയാണ്. കൂടാതെ അതിനകത്ത് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. രാത്രി യാത്രകളിൽ ഈ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ലെവൽ ഫീൽ തന്നെയാണ്. ആംബിയൻ ലൈറ്റിംഗ് ഒരു AC വെൻസിൽ വരെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ രാത്രിയിൽ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചവർക്കറിയാം, എയർപോർട്ട് കാണുന്ന ആ ഒരു എയർപോർട്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. ആ ഒരു ലൈറ്റിംഗ് എഫക്റ്റാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്നത്. നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്, ഡ്രൈവ് മോഡ് ഓപ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്, നമുക്ക്
ഇക്കോ, കംഫർട്ട്, സ്പോർട്ട്, ഓഫ് റോഡ് തുടങ്ങിയ മോഡുകളൊക്കെ ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഇതൊരു ഫോർമാറ്റിക് വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു സസ്പെൻഷനും ഒരു ഡ്രൈവ് മോഡും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇൻറ്റീരിയർ, അതും ഈ ഒരു ഡ്രൈവിംഗ് സീറ്റ്, ഡ്രൈവിംഗ് ഫീൽ എന്നൊക്കെ പറയുന്നത് നെക്സ്റ്റ് ലെവൽ തന്നെയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽസും ആ ഒരു പ്രൈസ് ബ്രാക്കറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇതിലെ എക്യുപ്മെൻറ്റ്സും ഇതിലെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓടിക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. GLA നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷനുകളാണ് ലഭിക്കുന്നത്, പെട്രോൾ ആൻഡ് ഡീസൽ. സോ പെട്രോൾ 160 HP പവറും 270 Nm ടോർക്കുമാണ് 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിനിലേക്ക് വരുമ്പോൾ 190 HP പവറും 400 Nm ടോർക്കുമാണ് വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 2 ലിറ്റർ എഞ്ചിനാണ്. സോ നമ്മൾ ഓടിക്കുന്നത് 220D ആണ്, അതായത് 2 ലിറ്റർ എഞ്ചിൻ ഡീസൽ വേരിയൻറ്റ് ഫോർമാറ്റിക് ആണ്. സോ ഈ ഒരു വാഹനം ചൂസ് ചെയ്യുന്ന ഒരു 90% ആൾക്കാരും അതായത് പ്രീവിയസ് മോഡൽ ചൂസ് ചെയ്തിരിക്കുന്നത് ഡീസൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡീസൽ ഈ ഒരു വാഹനം ചൂസ് ചെയ്തതും. സോ നല്ല ടോർക്കി ആയിട്ടുള്ള, നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഈ ഒരു വാഹനം. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അതായത് നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ആണ് ഈ ഒരു വാഹനം. നമ്മൾ ആ ഒരു ത്രോട്ടിലേക്ക് നമ്മൾ ആ ഒരു പുഷ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു പെർഫോമൻസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ആ ഒരു 400 Nm ടോർക്കിൻ്റെ ആ ഒരു ഡെലിവറി ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പെട്രോൾ എഞ്ചിനിലേക്ക് വരുമ്പോൾ ഒരു 7 സ്പീഡ് DCT ട്രാൻസ്മിഷനാണ് ലഭിക്കുന്നതെങ്കിൽ ഡീസലിലേക്ക് വരുമ്പോൾ 8 സ്പീഡ് ട്രാൻസ്മിഷനായിട്ട് മാറുന്നുണ്ട്. റൈഡ് ആൻഡ് ഹാൻഡിലിംഗ് മച്ച് ബെറ്റർ ആണ്, എസ്പെഷ്യലി ഈ ഒരു AMG ലൈൻ. ബിക്കോസ് ഇതിനൊരു 19 ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് റൈഡ് ആൻഡ് സ്റ്റെബിലിറ്റി, ആ ഒരു കംഫർട്ട് കുറച്ച് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് 18 ഇഞ്ച് വീലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഓവറോൾ പെർഫോമൻസ്, സ്റ്റെബിലിറ്റി, ഹാൻഡ്ലിംഗ്, റൈഡ് ആൻഡ് കംഫർട്ടിലെല്ലാം ഒരു ചേഞ്ചസ് ഈ ഒരു വാഹനത്തിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് നല്ല ഒരു ഫീഡ്ബാക്കാണ് ലഭിക്കുന്നത്. AMGയുടെ ഒരു സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ, ഈ ഒരു AMG ലൈനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിയറിംഗ് ഫീലും സ്റ്റിയറിംഗ് ഫീഡ്ബാക്കും മികച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. അതുമാത്രമല്ല ഒരു കോൺഫിഡൻസ് കൂടി ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് തരുന്നുണ്ട്. ഇതിൽ നമുക്ക് 4 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്, ഇക്കോ, കംഫോർട്ട്, സ്പോർട്ട് ആൻഡ് ഓഫ് റോഡ്. സോ നമ്മുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് മോഡ് മാറ്റി നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. ആക്ച്വലി ഇതെടുക്കുന്ന ആൾക്കാർ പ്രിഫർ ചെയ്യേണ്ടത് ഡ്രൈവിംഗ് സീറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു എൻട്രി ലെവൽ വാഹനമായതുകൊണ്ട് തന്നെ എടുക്കുന്ന ആൾക്കാർ മിക്കവാറും ഒരു ഡ്രൈവിംഗ് സീറ്റിലായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. സോ അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു USP എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഡ്രൈവബിലിറ്റി ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഡ്രൈവബിലിറ്റി ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. നല്ല ടോർക്കി ആയിട്ടുള്ള എൻജിൻ, നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള എൻജിൻ. സോ ഒരു ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം അവരുടെ ആ ഒരു ഇൻട്രസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യും. ലെവൽ 1 ADAS ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ബ്ലൈൻഡ് സ്പോട്ട് വാണിങ്ങും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ആ ഒരു വാണിങ് നമുക്ക് ഈ ഒരു 2 മിററിൽ ലഭിക്കും. കൂടാതെ ഒരു സൗണ്ട് ഇൻഡിക്കേഷനും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കും ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡ്രൈവിങ്ങിൽ എൻഗേജ് ചെയ്യാനായിട്ട് ഈ ഒരു ലെവൽ 1 ADASും ഈ ബ്ലൈൻഡ് സ്പോട്ട് വാണിങ്ങും എല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ മൊബൈൽ ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് MBUX ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കോൾ വരുവാണെങ്കിൽ, നമ്മളിപ്പോൾ AC-യുടെ ആ ഒരു ഫാൻ സ്പീഡ് കുറച്ച് ഹൈയിലിട്ടിരിക്കുകയാണ്, കോൾ വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാഹനം അത് ഡിറ്റക്ട് ചെയ്തിട്ട് AC-യുടെ ബ്ലോവർ സ്പീഡും ആ ഒരു ഫാനിൻ്റെ ആ ഒരു സ്പീഡും റെഡ്യൂസ് ചെയ്യും. സോ അതൊരു നല്ലൊരു ഫീച്ചറാണ്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഈ ഒരു സോഫ്റ്റ്വെയറിലെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഒരു നെക്സ്റ്റ് ലെവൽ തന്നെയാണ്. പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷൻ ഒക്കെ ഈ ഒരു വാഹനത്തിൽ ഇൻബിൽറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ബോണറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇൻ കേസ് ഒരു പെഡസ്ട്രിയൻ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ആ ഒരു ഭാഗത്തെ സേഫ്റ്റി വശങ്ങളും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ 7 എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. കോമ്പാക്ട് SUV ആയതുകൊണ്ട് തന്നെ സൈസ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് സിറ്റിയിലോ അല്ലെങ്കിൽ ചെറിയ ടൈറ്റ് പാർക്കിങ്ങിലൊക്കെ പോയാലും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡയമെൻഷൻ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ കുറഞ്ഞ ടേണിംഗ് റേഡിയസും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. സീറ്റ് വെന്റിലേഷൻ ഇല്ല, പിൻഭാഗത്ത് ആംറസ്റ്റോ കാര്യങ്ങളോ വരുന്നില്ല. സോ അതുകൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നി. മെഴ്സിഡസ് ബെൻസ് GLA 220D നമുക്ക് 2 വേരിയൻസിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രോഗ്രസീവ് ആൻഡ് AMG. സോ AMG ലൈൻ്റെ എക്സ്ഷോറൂം വരുന്നത് 58 ലക്ഷം രൂപയാണ്. ഓൺ റോഡ് വില ഏകദേശം 75 രൂപ ഓൺ റോഡ് വില ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. 200 പെട്രോൾ ആണെങ്കിൽ 51 ലക്ഷം രൂപ എക്സ്ഷോറൂമും 65 ലക്ഷം രൂപ ഓൺ റോഡും വില വരുന്നുണ്ട്. 220D
പ്രോഗ്രസീവ് ലൈൻ ഡീസൽ ആണെങ്കിൽ 56 ലക്ഷം രൂപ എക്സ് ഷോറൂമും 70 ലക്ഷം രൂപയാണ് വാഹനത്തിൻ്റെ ഓൺ റോഡ് വിലയും വരുന്നത്. കൂടാതെ 8 വർഷത്തെ വാറണ്ടിയും മേഴ്സസ് ബെൻസ് ഈ ഒരു വാഹനത്തെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാറണ്ടിയിൽ മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത് മൾട്ടിപ്പിൾ ഓണേഴ്സ് ആണെങ്കിൽ പോലും ഈ ഒരു വാറണ്ടി നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻസിൻ്റെ വില വിവരം വരുന്നത്. സോ എൻട്രി ലെവൽ നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 18 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. അതും ഒരു ഡീസൻറ്റ് മൈലേജാണ് ഈ ഒരു വാഹനം. ലക്ഷറി ഒരു വാഹനം കൂടിയാണ്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും ഒരു മൈലേജ് വരുന്നത്. ഇതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് വരുന്നത് 45,000 രൂപ മുതൽ 65,000 രൂപയാണ് ഇയർലി മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിലും അഫോർഡബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മെയിൻ്റനൻസ് കോസ്റ്റും ഒരു വാറണ്ടി പാക്കേജും ഒരു പ്രൈസിങ്ങാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സോ മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.